വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സിബിഐക്ക് രേഖകൾ കൈമാറുന്നത് വൈകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞുകൊണ്ട് ആഭ്യന്തര വകുപ്പിൽ നിന്ന് രേഖകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറിയത് മാർച്ച് 26-ന്. പോലീസ് വീഴ്ച അറിഞ്ഞിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടില്ല. കഴിഞ്ഞ മാസം 9-നാണ് സിദ്ധാർത്ഥന്റെ പിതാവ് മുഖ്യമന്ത്രി കണ്ട CBI അന്വേഷണം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും കേസ് CBIക്ക് കൈമാറണമെന്നുമായിരുന്നു ആവശ്യം. അന്ന് വൈകിട്ട് തന്നെ കേസ് CBIക്ക് കൈമാറി സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി. പിന്നീടുള്ള നടപടിക്രമങ്ങൾ അനിശ്ചിതമായി നീണ്ടു. സിദ്ധാർത്ഥന്റെ പിതാവ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ കണ്ട ശേഷമാണ് വീണ്ടും നടപടികൾ തുടങ്ങിയത്. ഈ നടപടികൾ നീണ്ടതിന്റെ പേരിൽ 3 ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥരെ സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ പോലീസ് ആസ്ഥാനത്തെ വീഴ്ചയാണ് നടപടികൾ വൈകാൻ കാരണമെന്ന് തെളിഞ്ഞെങ്കിലും സർക്കാർ അനങ്ങിയില്ല. കഴിഞ്ഞ മാസം 16-ന് രേഖകൾ പോലീസ് ആസ്ഥാനത്ത് നിന്നും ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇവ നൽകിയത് 26-ന് മാത്രമാണ്. തുടർന്നാണ് കേസ് CBIക്ക് കൈമാറാനുള്ള നടപടികൾ തുടങ്ങിയതെന്ന് തെളിയിക്കുന്ന രേഖകൾ ജനം TV നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടിക്രമങ്ങൾ വൈകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസും അറിഞ്ഞിരുന്നു എന്നതിന്റെ തെളിവുകൾ കൂടി പുറത്തുവരുന്നത്. 26-ന് ആഭ്യന്തര വകുപ്പിൽ ലഭിച്ച രേഖകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും നൽകിയിരുന്നു. അവിടെയും പരിശോധിച്ച ശേഷമാണ് CBIക്ക് കൈമാറാൻ നടപടികൾ തുടങ്ങിയത്. പോലീസിന് വീഴ്ച പറ്റിയെന്ന് മുൻപ് തന്നെ മനസ്സിലായിട്ടും മുഖ്യമന്ത്രി അനങ്ങിയില്ലെന്ന് ഇതിലൂടെ വ്യക്തം. ഹൈക്കോടതി ഇടപെട്ടപ്പോൾ മാത്രമാണ് DGPയോട് ആഭ്യന്തര സെക്രട്ടറി വിശദീകരണം തേടിയത്. CBI അന്വേഷണം പരമാവധി വൈകിപ്പിച്ച് തെളിവുകൾ നശിപ്പിക്കാൻ സർക്കാർ ശ്രമിച്ചെന്ന ആരോപണം ശരിവെക്കുന്നതാണ് പുതിയ തെളിവുകൾ. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.